സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചു. ഹോസ്റ്റൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. 2026-28 വർഷത്തേക്കുള്ള കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ KMA ഭാരവാഹികൾ ചുമതലയേറ്റു. കേരള ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിൽ വെച്ച് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സേറ ജോണിന് യാത്രയയപ്പ് നൽകി. 36 വർഷം മുൻപ് പൂരക്കളിയിൽ ചുവടുവെച്ച മഞ്ഞോട്ട് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ കേരളത്തിലെ തന്നെ ആദ്യ വനിതാ പൂരക്കളി സംഘമായ നവോദിത വനിതാ പൂരക്കളി സംഘാംഗങ്ങൾ ഒത്തുകൂടി. ചെഗുവര സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മടിക്കൈ തൊട്ടിനാടിന്റെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വേൾഡ് കപ്പിനെ സ്വാഗതം ചെയ്ത് നടത്തിയ ഫുട്ബോൾ സൗഹൃദ മത്സരം ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചു. ഹോസ്റ്റൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. കിടത്തി ചികിത്സ പോലും ആരംഭിക്കാത്ത ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനോട് അനുബന്ധമായി പ്രവർത്തനം ആരംഭിച്ച ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ കടുത്ത അവഗണനയാണ് നേരിടുന്നത്. ഹോസ്റ്റൽ സൗകര്യം ഒരുക്കണമെന്ന വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യം പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. താമസത്തിനും മറ്റുമായി ചിലവേറിയതോടെയാണ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചത്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അധികൃതർ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. സർക്കാർ കോളേജിൽ മെറിറ്റിൽ പ്രവേശനം നേടിയിട്ടും വലിയ തുക പഠനാവശ്യങ്ങൾക്കായി ചിലവ് വരുന്നതായി വിദ്യാർത്ഥികൾ കുറ്റപ്പെടുത്തുന്നു. 3 വർഷം മുൻപാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിനോട് ചേർന്നുള്ള നഴ്സിംഗ് കോളേജിൽ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾ എത്തുന്നത്. സ്വന്തം കെട്ടിടവും ഹോസ്റ്റൽ സൗകര്യവും ഉടൻ ഒരുക്കുമെന്നതായിരുന്നു വാഗ്ദാനം. എന്നാൽ 3 ബാച്ചുകളിലായി 179 കുട്ടികൾ പഠിക്കുമ്പോഴും ഹോസ്റ്റൽ എന്ന അടിസ്ഥാന ആവശ്യം പോലും ഇതുവരെ ഒരുക്കിയിട്ടില്ല. മെഡിക്കൽ കോളേജിനോട് അനുബന്ധമായുള്ള ഹോസ്റ്റൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച സാഹചര്യത്തിൽ തങ്ങൾക്ക് കൂടി അവിടെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നാവശ്യമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് 3 വർഷമായി. ഞങ്ങൾക്ക് ഇതുവരെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോഴാണ് ഇതൊക്കെ ആലോചിക്കുന്നത്, ഇപ്പോഴൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷെ നമ്മളിത് കഴിഞ്ഞ 3 വർഷമായിട്ടും അതോറിറ്റീസിനെ അറിയിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ലെറ്റേഴ്സ് ഫോർവേഡ് ചെയ്യാറുണ്ട്. യൂണിയൻ വഴി എല്ലാ രീതിയിലും നമ്മൾ അവർക്ക് ലെറ്ററും കത്തും റിക്വസ്റ്റും ഒക്കെ അയക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ അവർ ഒരു തരത്തിലുള്ള നമുക്കൊന്നും ചെയ്തു തന്നിട്ടില്ല ഹോസ്റ്റലിന്റെ ഫെസിലിറ്റീസിന് വേണ്ടി. ഇപ്പൊ നമ്മൾ ചോദിക്കുമ്പോഴും അവർ ഓരോ റീസൺസ്, ഇപ്പൊ വെള്ളമില്ല, കറണ്ട് ഇല്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തള്ളി നീക്കി വിടുകയാണ്. ഇപ്പൊ നമ്മുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ പോസ്റ്റിങ്ങിനായിട്ട് കോഴിക്കോടൊക്കെ ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്. ഈ അവിടെ പോകുന്ന സിറ്റുവേഷനിൽ ഇവിടെ ഓൾറെഡി നമ്മൾ പ്രൈവറ്റ് സ്റ്റുഡൻസ് പഠിക്കുന്ന അവർ കൊടുക്കുന്ന അതേപോലെ തന്നെ ഹോസ്റ്റലിനാണെങ്കിലും മെസ്സിനാണെങ്കിലും എല്ലാത്തിനും നമ്മളാണ് പൈസ കൊടുക്കുന്നത്. 300 രൂപയിൽ അതിൽ താഴെയൊക്കെയാണ് സാധാരണ ഗവൺമെന്റ് കോളേജുകളിൽ ഹോസ്റ്റൽ ഫീ, മെസ് ഫീ അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരും. പക്ഷെ നമ്മുടെ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്തത് പോരാഞ്ഞിട്ട് നമ്മൾ ഈ കോഴിക്കോടും അതുപോലെ സ്ഥലങ്ങളിൽ പോയി നിൽക്കുമ്പോൾ അവിടെയും നമുക്ക് 5000 രൂപ, 6000 രൂപ, അത്രയും രൂപ നമ്മൾ പിന്നെയും കൊടുക്കുകയാണ്. അങ്ങനെ ഒരു കുട്ടിക്ക് എന്താ പറയുക, ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടീനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മളൊരു പ്രൈവറ്റ് കോളേജിലെ കുട്ടി കൊടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഹോസ്റ്റലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചെലവാക്കുന്നത്. അത് പോരാഞ്ഞിട്ട് ഇത് വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് 3 ബാച്ച്, ഇനി അടുത്തൊരു ബാച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ അവരെ കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ സ്ഥലത്തിനില്ല. അത് പോരാഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ട്രാവൽ, ഇപ്പൊ നമുക്കൊരു കുട്ടിക്ക് വയ്യാതെ വരികയാണെങ്കിൽ തന്നെ നമ്മൾ പല ഹോസ്റ്റലിലായിട്ടാണ് കുട്ടികൾ എല്ലാവരും നിൽക്കുന്നത്. ഒരു ആവശ്യം വന്നാൽ ഓടി എത്താനോ അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് ഒരു ആംബുലൻസോ സർവീസോ നമുക്കൊന്നുമില്ല. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ നമുക്കറിയാം ഇതിപ്പോ ഒരു മെഡിക്കൽ കോളേജ് ആണെന്ന് പറഞ്ഞാലും അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല. ഒരു കുട്ടിക്ക് ഇപ്പം ഞങ്ങളുടെ കേസിൽ തന്നെയാണെങ്കിൽ ഒരു കുട്ടീനെ എന്താ കടിച്ചെന്ന് പോലും നമുക്കറിയില്ല. ഈ പാതിരാത്രി ഇവിടുന്ന് പോകാനായിട്ട് നമുക്ക് ഒരു ലൈറ്റിന്റെ ഫെസിലിറ്റീസ് ഇല്ല, ഒരു ട്രാവൽ ഫെസിലിറ്റീസ് ഇല്ല. 28 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് GH പോയാലേ എന്താണ് പ്രശ്നം നമുക്ക് അറിയാൻ കൂടി പറ്റുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ അതോറിറ്റീസ് നമ്മളെ കൈ ഒഴിഞ്ഞൊരു മട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ സമരം മുന്നോട്ട് വെച്ചത്. അത് മാത്രമല്ല നമ്മൾ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ ആർക്കെതിരെയും ആർക്കും ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഒരു ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന ഓരോ കുട്ടിയുടെ അവകാശമാണ് അവർക്ക് വേണ്ട അക്കോമഡേഷനും ഫുഡും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അവരുടെ ഹൈ അതോറിറ്റീസിന്റെ ഡ്യൂട്ടിയാണ്, അത് ഞങ്ങളുടെ റൈറ്റ് ആണ്. അതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഞങ്ങൾ ആർക്കെതിരെയും ഒരു അസോസിയേഷനെതിരെയും ഒരു ഗവൺമെന്റിനെതിരെയും ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളുടെ അവകാശം ഞങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സമരം ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. 10 കുട്ടികൾക്ക് 1 എന്ന വിധം അധ്യാപകർ വേണ്ടിടത്ത് ആകെയുള്ളത് പ്രിൻസിപ്പൽ അടക്കം 5 പേർ.
ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സാ സൗകര്യം ഇല്ലാത്തതിനാൽ പ്രായോഗിക പരിശീലനം കിലോമീറ്ററുകൾക്കപ്പുറം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ്. പെൺകുട്ടികൾ ഉൾപ്പെടെ താമസിക്കുന്ന അന്തർ സംസ്ഥാന പാതയ്ക്ക് സമീപം സുരക്ഷാ പ്രശ്നങ്ങളും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 2026-28 വർഷത്തേക്കുള്ള കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ KMA ഭാരവാഹികൾ ചുമതലയേറ്റു. വ്യാപാര ഭവനിൽ നടന്ന സംസ്ഥാനാരോഹണ ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. 2026-28 വർഷത്തേക്കുള്ള കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ചുമതലയേറ്റു. വ്യാപാര ഭവനിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. എതിരില്ലാതെ നിങ്ങളെല്ലാവരും കൂടി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷക്കാലം അദ്ദേഹം നടത്തിയ ശ്ലാഘനീയമായ ഒട്ടേറെ പ്രവർത്തനത്തിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പോലും ഇതിനഭിപ്രായം പറയാതെ വളരെ നല്ല രീതിയിൽ കാഞ്ഞങ്ങാട് ജില്ലയിലെ തന്നെ 2ാമത് സംഖ്യയുള്ള യൂണിറ്റ് എന്ന നിലയിലുള്ള ആ ഒരു ബഹുമതിയോടുകൂടി തന്നെ ആസിഫിനെ നിങ്ങൾ പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ അന്ന് നമുക്ക് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ പ്രവർത്തക സമിതി അംഗങ്ങളെ പിന്നീട് ജനറൽ ബോഡിയിൽ തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ പ്രസിഡന്റിനെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ അത് പ്രകാരം ഇന്ന് പ്രവർത്തക സമിതി അംഗങ്ങളെ ലിസ്റ്റ് ഇവിടെ പ്രസിഡന്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധി നേരിടുന്ന വർത്തമാനകാലത്ത് ഭാരവാഹികളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് അഹമ്മദ് ഷെരീഫ് പറഞ്ഞു. പൊതുസമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനോടൊപ്പം ഭരണാധികാരികളുടെ അനീതിക്കും അവഗണനയ്ക്കും പടപൊരുതാനും സംഘടന പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. KVVS ജില്ലാ സെക്രട്ടറി KV ദാമോദരൻ പ്രവർത്തക സമിതി അംഗങ്ങൾക്കും ഭാരവാഹികൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. KMA പ്രസിഡന്റ് CK ആസിഫ് അധ്യക്ഷത വഹിച്ചു. T. മുഹമ്മദ് അസ്ലം, രാജേഷ് കമത്ത്, പ്രഭാകരൻ അവതാർ, ചിത്ര രാധാകൃഷ്ണൻ, മുഹമ്മദ് കുഞ്ഞി പാലക്കി, അബ്ദുൾ റഹ്മാൻ അറ്റ്ലസ്, സത്താർ ആവിക്കര, ശോഭന ബാലകൃഷ്ണൻ, രഞ്ജിത്ത് കോവൽ, ഷീജ മോഹൻ, പ്രസന്ന ചന്ദ്രൻ, ഖയ്യൂം പൂക്കുഞ്ഞ, PV അനിൽ, ശരത് പാലാഴി എന്നിവർ സംസാരിച്ചു. പുതിയ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട CK ആസിഫിന് കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് വനിതാ വിംഗ് അംഗങ്ങൾ പൂച്ചെണ്ട് നൽകി അനുമോദിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റായി CK ആസിഫിനെയും ജനറൽ സെക്രട്ടറിയായി മഹേഷ് പുതുശ്ശേരിയെയും ട്രഷററായി ആസിഫ് മെട്രോയെയും വൈസ് പ്രസിഡന്റുമാരായി ഐശ്വര്യകുമാരൻ, HE സലാം, A. ബാബുരാജ്, ഗിരീഷ് നായക്, നിത്യാനന്ദ നായക്, ഫൈസൽ സൂപ്പർ, VP അനിൽ, ഷെരീഫ് കമാടം, ഷെരീഫ് ഫ്രെയിം, ഷെറഫുദ്ദീൻ തോഫ, സമീർ ഡിസൈൻ ഭാരവാഹികൾ ഉൾപ്പെടെ 57 അംഗങ്ങൾ ഉൾപ്പെട്ടതാണ് പ്രവർത്തക സമിതി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിൽ വെച്ച് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൈറ ജോണിന് യാത്രയയപ്പ് നൽകി. KGH MOA തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മനു വർഗീസ് വിശിഷ്ടാതിഥിയായി. കേരള ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിൽ വെച്ച് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൈറ ജോണിന് യാത്രയയപ്പ് നടത്തി. ഡോക്ടർ P. രതീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മനു വർഗീസ് വിശിഷ്ടാതിഥിയായി. അപ്പോൾ പിന്നെ താനിപ്പം വരട്ടെ ചൂടൊക്കെ ഞാനൊന്ന് സെറ്റിൽ ആവുമെന്ന് വന്നാൽ മതി. ഞാൻ അതിശേ നമ്മൾ പ്ലാനൊക്കെ ചെയ്തിട്ട് ആവില്ല, അപ്പോൾ ആയിരിക്കില്ല, അതായിരിക്കില്ല നിയോഗം വെച്ചിട്ട് ഞാൻ തിരിച്ച് അന്ന് പോയപ്പോൾ വേറെ ഡോക്ടറെ എനിക്ക് കാണാൻ ഇടവന്നു. ആ ഡോക്ടറെ വിളിച്ചപ്പോഴും ആ ഡോക്ടർ വരേണ്ട മനു ഇന്നത്തെ മൂടില്ല. പിന്നെ ഞാൻ വേറെ ഡോക്ടറോടെ അവരുടെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ ആഘോഷിച്ച് ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതാ എനിക്ക് നിയോഗമല്ല, ഇങ്ങോട്ട് വരാൻ ഡെസ്റ്റിനി അല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ വിളിക്കുന്നു. ഡോക്ടറെ സർ, ഡോക്ടറെ ക്ലാസ്മേറ്റ് ആണോ? ആണ്. ഇവിടെ ഒരു സെന്റ് ഓഫ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞ ടിക്കറ്റ് ഇല്ല, ടിക്കറ്റ് എടുത്തു തരാം. സെക്രട്ടറി ഡോക്ടർ മുജീബ് റഹ്മാൻ CH സ്വാഗതവും ട്രഷറർ ഡോക്ടർ നിർമ്മല പ്രതാപ് നന്ദിയും പറഞ്ഞു. ഡോക്ടർ രാകേഷ്, ഡോക്ടർ നാദിറ, ഡോക്ടർ സുജയ നായർ, ഡോക്ടർ സിന്ധു, വേണുഗോപാലൻ, ഡോക്ടർ സ്മിത വേലായുധൻ, ഡോക്ടർ അമ്പിളി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 36 വർഷം മുൻപ് പൂരക്കളിയിൽ ചുവടുവെച്ച മഞ്ഞോട്ട് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ കേരളത്തിലെ തന്നെ ആദ്യ വനിതാ പൂരക്കളി സംഘമായ
നവോദിത വനിതാ പൂരക്കളി സംഘാംഗങ്ങൾ ഒത്തുകൂടി. ചടങ്ങിൽ വെച്ച് 10K ബന്ധങ്ങളുടെ നേട്ടം സെലിബ്രേഷൻ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിലാണ് പരിപാടി നടന്നത്. 36 വർഷം മുൻപ് പൂരക്കളിയിൽ ചുവടുവെച്ച മന്യോട്ട് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ കേരളത്തിലെ തന്നെ ആദ്യ വനിതാ പൂരക്കളി സംഘമായ നവോദിത വനിതാ പൂരക്കളി സംഘാംഗങ്ങൾ ഒത്തുകൂടി. പൂരക്കളിയിലെ ഒന്നാം തരം കളിച്ചുകൊണ്ടാണ് 36 വർഷം മുൻപ് കളിച്ചു വളർന്ന പൂരക്കളിയുടെ ചുവടുകൾ മറക്കാതെ അവർ ഓർത്തെടുത്തത്. പരിപാടി ദാമോദര പണിക്കർ ഉദ്ഘാടനം ചെയ്തു. പൂരക്കളിയിലെ പുരുഷാധിപത്യം നമുക്കറിയാം. പുരുഷന്മാരാണ് ക്ഷേത്രങ്ങളിൽ പൂരക്കളിക്കുന്നത്. അപ്പൊ അവരിൽ നിന്നുള്ള ഒരു വ്യത്യാസം ഒരുപക്ഷെ ആദ്യകാലത്ത് ഞാൻ ഓർക്കുന്നൊന്ന് കയ്യൂരോ ഇതിന് ശേഷമാണോ കയ്യൂര് തുടങ്ങിയത് എനിക്കറിയില്ല. പെൺകുട്ടികളുടെ ഒരു പൂരക്കളി പ്രദർശിപ്പിച്ചതായിട്ട് ഞാൻ പത്രങ്ങളിൽ വായിച്ചിരുന്നു. അല്ലാതെ മറ്റെവിടെയും അങ്ങനെ പൂരക്കളി ഇന്ന് വ്യാപകമായിട്ട് നമുക്ക് വനിതാ പൂരക്കളി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പല സ്ഥലത്തും മടിക്കൈ ഭാഗത്തും അതുപോലെ തന്നെ കയ്യൂർ ഭാഗത്തും തുരുത്തി ഭാഗത്തും പല മേഖലയിലും വനിതാ പൂരക്കളി ഇന്ന് അരങ്ങേറുന്നുണ്ട്. മന്യോട്ട് ദേവാലയം പ്രസിഡന്റ് അംബുജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. മന്യോട്ട് ദേവാലയം അന്തിത്തിരയൻ മോഹനൻ, ബിന്ദു കുന്നരുവത്ത്, DV ഷാജി, VV വിജയൻ, ചന്ദ്രൻ അലാമിപ്പള്ളി, VV ദാമോദരൻ എന്നിവർ സംസാരിച്ചു. മേഘ സ്വാഗതം പറഞ്ഞു. കനക അനിൽ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് പൂരക്കളി പരിശീലിപ്പിച്ച പണിക്കന്മാരെ ആദരിച്ചു. അജിത പള്ളിക്കര, കലാസേലം, അനക അട്ടേങ്ങാനം, കൈരളി ഒഴിഞ്ഞവളപ്പ്, KP റീന ചീമേനി, PV സിന്ധു കോവൽപ്പള്ളി, P ദിവ്യ, റീജ പുതിയ പറമ്പത്ത്, ഷീജ രാമന്തളി, വിദ്യ കാഞ്ഞിരപ്പൊയിൽ, സന്ധ്യ ചാമുണ്ടിക്കുന്ന്, ബിന്ദു ഒഴിഞ്ഞവളപ്പ്, സീമ പത്തായപ്പുര, മേഘ പുതുക്കൈ, രജിത പൂച്ചക്കാട് എന്നിവരാണ് ഒത്തുകൂടലിൽ പങ്കാളികളായത്. PV ദാമോദരൻ, പരേതരായ P ഗംഗാധരൻ, കുമാരൻ പണിക്കർ എന്നിവരാണ് പൂരക്കളി പരിശീലിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ by Shobhika Win. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൾ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു. ചെഗുവര സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മടിക്കൈ തൊട്ടിനാടിന്റെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വേൾഡ് കപ്പിനെ സ്വാഗതം ചെയ്ത് നടത്തിയ ഫുട്ബോൾ സൗഹൃദ മത്സരം ശ്രദ്ധേയമായി. അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ ടീമുകളുടെ ഫാൻസുകൾ മത്സരത്തിൽ പങ്കെടുത്തു.
ചെഗുവേര സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മടിക്കൈ തോട്ടിനാടിന്റെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വേൾഡ് കപ്പിനെ സ്വാഗതം ചെയ്ത് നടത്തിയ ഫുട്ബോൾ സൌഹൃദ മത്സരത്തിൽ അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ ടീമുകളുടെ ഫാൻസുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ജേതാക്കളായി അർജന്റീനയും 2ാം സ്ഥാനം ബ്രസീലും നേടി. മത്സരം കാഞ്ഞങ്ങാട് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്നു. ക്ലബ് സെക്രട്ടറി അരുൺ സ്വാഗതം പറഞ്ഞു. ക്ലബ് പ്രസിഡന്റ് നിതിൻ അധ്യക്ഷത വഹിച്ചു. വിജയികൾക്കുള്ള സമ്മാനദാനം മടിക്കൈ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം മുകേഷ് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സർവീസിൽ നിന്നും വിരമിക്കുന്ന സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ബിന്ദുവിന് യാത്രയയപ്പ് നൽകി. ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും DMO ഡോക്ടർ എ ഇന്ദു നിർവഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന മടിക്കൈ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ബിന്ദുവിന് ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സ്നേഹോഷ്മളമായ യാത്രയയപ്പ് നൽകി. കാഞ്ഞങ്ങാട് ഒറിക്സ് വില്ലേജിൽ വെച്ച് നടന്ന യാത്രയയപ്പ് സമ്മേളനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ ഇന്ദു ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും അഡീഷണൽ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു കാലമാണ്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണ് ഇപ്പം എനിക്കിപ്പോൾ 3 ചാർജാണ്. CMO, DMO, സൂപ്രണ്ട് 3 ചാർജാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ എനിക്ക് തോന്നുന്നു ഓഫീസിലേക്ക് നമുക്ക് ഒരു ചെറിയ ലീവിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ മെഡിസിൻ ചാർജ് നമ്മൾ കൊടുക്കുമ്പോൾ പലതും ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയുന്നത്. 7 ദിവസത്തേക്കൊക്കെ ചാർജ് കൊടുക്കുമ്പോഴത്തേക്കും അയ്യോ പറ്റില്ല, എനിക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പം ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ എൻ്റെ കാര്യം എന്താണോ നമ്മൾ ഈ 3 ചാർജ് കൊണ്ടിരിക്കുന്നവരോടാണ് 7 ദിവസത്തേക്ക് ചാർജ് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതൊരു തമാശയത്തേക്ക് എടുക്കാറുള്ള ആരോടും ഒരു ഗൗരവത്തോടെ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഹൃദ്രോഗത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹൃദ്രോഗം കുറേ വർഷങ്ങളായിട്ട് അറിയാം. കണ്ണൂരിൽ ഞാൻ ആദ്യം JD കണ്ണൂരിലാണ് ഞാൻ ആദ്യം എന്താ പറയുക പോസ്റ്റിംഗ് ആണ് PSC പോസ്റ്റിംഗ് കിട്ടുന്നത് 2003. ഡോക്ടർ കെ ബിന്ദുവിന് ഉപഹാര സമർപ്പണവും നടത്തി. ഡോക്ടർ KR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. CMO ഡോക്ടർ ബിന്ദു കെ സ്വാഗതം പറഞ്ഞു. ഡോക്ടർമാരായ V രാജീവൻ, B ലീന, R അഞ്ജു, MV സന്ധ്യ, C ഉഷ, K പ്രിയ, K പ്രേംരാജ്, V ജിജി, K ദീപ്തി, K ജിഷ, G അരുൺ, SL ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ ബിന്ദു മറുപടി പ്രസംഗം നടത്തി. അവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ടല്ലാതെ എനിക്ക് ഒരിക്കലും എനിക്ക് ആ ഒരു എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പിന്നെ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒരു എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസിൽ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. ഡോക്ടർ ഇ ഭാഗ്യശ്രീ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. എറണാകുളം തേവര സ്വദേശിയായ ഡോക്ടർ ബിന്ദു കാഞ്ഞങ്ങാട് ഇക്ബാൽ ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന അമൃതം ഫാർമസി ഉടമ ഡോക്ടർ കെ പ്രേമചന്ദ്രന്റെ ഭാര്യയാണ്. അശ്വിൻ ചന്ദ്രൻ, അരുൺ ചന്ദ്രൻ എന്നിവരാണ് മക്കൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ജില്ലാതല പ്രവേശനോത്സവം നടന്നു. പുതിയ കേഡറ്റുകളെ സ്വാഗതം ചെയ്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലയിലെ പോലീസ്, വിദ്യാഭ്യാസ മേഖലയിലെ ജനപ്രതിനിധികൾ പങ്കെടുത്തു. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ജില്ലാതല പ്രവേശനോത്സവം നടന്നു. പുതിയ കേഡറ്റുകളെ സ്വാഗതം ചെയ്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലയിലെ പോലീസ്, വിദ്യാഭ്യാസ മേഖലയിലെ ജനപ്രതിനിധികൾ പങ്കെടുത്തു.
രാവിലെ 9:30 പ്രവേശനോത്സവ ഗാനത്തോടെയും SPC ഗാനത്തോടൊപ്പം ചുവടുവയ്പോടെയും പരിപാടികൾക്ക് തുടക്കമായി. ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു, കുട്ടികൾ പഠിക്കണം, എൻജോയ് ചെയ്യണം, സ്കൂളിൽ വന്നിട്ട് പാടണം, കഴിക്കണം, കൂടാതെ ചോദിക്കണം, ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഒരു സ്റ്റുഡൻറ്റിനുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പറയുന്നത് ചോദിക്കുക. നോട്ട് ജസ്റ്റ് ഇൻ ക്ലാസ് റൂം മാത്രമല്ല, എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും ഒരു തെറ്റ് പുറത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുക. അതാണ് ഒരു ഗുഡ് സ്റ്റുഡൻറ്റ് ആൻഡ് ഗുഡ് സിറ്റിസണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി. എല്ലാവർക്കും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഒരു ഗുഡ് സിറ്റിസൺ ആണ് ഫ്യൂച്ചറിൽ ആണെങ്കിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ എല്ലാവർക്കും ഏറ്റെടുക്കണം. ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവേശനോത്സവം ഭാഗമായിട്ട് JHSS കാസർഗോഡ് SPC ഡിസ്ട്രിക്ട് ലെവൽ പ്രോഗ്രാം നമ്മുടെ നാർക്കോ ഹണ്ട്, ഓപ്പറേഷൻ തുഫാൻ നാർക്കോ ഹണ്ട് എന്ന പരിപാടി ഒരു പദ്ധതി ആൻറ്റി നാർക്കോട്ടിക് ഡ്രൈവായിട്ട് ഈ ജൂൺ 2-ാം തീയതി മുതൽ 4 മുതൽ സ്റ്റേറ്റ് മൊത്തം തുടങ്ങാൻ പോകുന്നു. PTA പ്രസിഡന്റ് ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥിയായ ASP അച്യുത് അശോക് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് SPC പ്രവർത്തനങ്ങളുടെ പ്രാധാന്യവും സമൂഹ നിർമ്മാണത്തിൽ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും പങ്കും വിശദീകരിച്ചു. അഡീഷണൽ SP CM ദേവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. SRG കൺവീനർ CK മദനൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ഏറ്റുചൊല്ലി. മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കാനും ലഹരിമുക്ത സമൂഹ നിർമ്മാണത്തിന് പ്രവർത്തിക്കാനും പ്രതിജ്ഞയിലൂടെ കേഡറ്റുകൾ സന്നദ്ധത പ്രകടിപ്പിച്ചു. വാർഡ് കൗൺസിലർ മധുകര, ഹെഡ്മിസ്ട്രസ് ഉഷ A, കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ SHO നളിനാക്ഷൻ, ജില്ലാ സോഷ്യൽ പോലീസിംഗ് കോർഡിനേറ്റർ PK രാമകൃഷ്ണൻ, ജനമൈത്രി ADNO K ശശിധരൻ, ഡ്രിൽ ഇൻസ്ട്രക്ടർ രമേശൻ എന്നിവർ ആശംസകൾ നേർന്നു. പരിപാടിയുടെ ഭാഗമായി SPC കേഡറ്റുകളുടെ പുതിയ ബാച്ചിനുള്ള പരിശീലന പ്രവർത്തനങ്ങൾക്കും തൂഫാൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. അച്ചടക്കം, സാമൂഹിക പ്രതിബദ്ധത, നേതൃത്വ പാഠവം, നിയമബോധം, ലഹരിവിരുദ്ധ സന്ദേശങ്ങളുടെ പ്രചാരണം എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ PK സുനിൽകുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിൽ നടന്ന ജില്ലാതല പ്രവേശനോത്സവം SPC പ്രവർത്തനങ്ങൾക്ക് പുതുഊർജം പകർന്നതോടൊപ്പം ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിനും ശക്തമായ സന്ദേശമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ വിതരണം സംഘടിപ്പിച്ചു. പ്രമുഖ സാഹിത്യകാരനും കവിയും പരിസ്ഥിതി പ്രവർത്തകനുമായ സുകുമാരൻ പെരിയച്ചൂർ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ 5 പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾക്ക് മുന്നോടിയായി സ്കൂളുകളിൽ വൃക്ഷത്തൈ വിതരണം സംഘടിപ്പിച്ചു. മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന പരിപാടി സ്കൂൾ വിദ്യാർത്ഥികളായ നിള, നൈനിക, നിരഞ്ജന, അക്ഷര എന്നിവരുടെ പ്രാർത്ഥനാഗാനത്തോടെ ആരംഭിച്ചു. വൃക്ഷത്തൈ വിതരണ ഉദ്ഘാടനം പ്രമുഖ സാഹിത്യകാരനും കവിയും പരിസ്ഥിതി പ്രവർത്തകനുമായ സുകുമാരൻ പെരിയച്ചൂർ ഉദ്ഘാടനം ചെയ്തു. സന്ധ്യാനേരത്ത് ഞങ്ങളെ 5 മക്കളെയും അടുത്തിരുത്തി, എന്നിട്ട് ഞാൻ അമ്മയുടെ ഇടത് ചണ്ണയിൽ കയറിയിരിക്കും. ചണ്ണ എന്ന് പറഞ്ഞാൽ ഇതാണ്, അവിടെ കയറിയിരിക്കും. അതെന്റെ അമ്മയുടെ ഇടത് ചണ്ണ എനിക്കുള്ളതാണ്. അപ്പൊ അമ്മയുടെ വിരലുകളെല്ലാം കാണണം, ക്യൂടെക്സ് ഒന്നും ഇട്ടിട്ടില്ല. ഈ കണ്ടത്തില് ചളിയില് ഞാറ് നട്ടിട്ട് അമ്മയുടെ വിരലുകളിലൊക്കെ ചളി കയറിയിട്ട് കുഴിനകം വന്നിട്ടുണ്ട്. കുഴിനകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പഴുത്തിട്ടുണ്ടാവും. എന്നിട്ട് ആ പഴുപ്പിന് ഒരു പ്രത്യേക
മണമുണ്ട്. ഞാനതിന് നാറ്റം എന്ന് പറയില്ല. അമ്മയുടെ ആ കുഴിനകം വന്ന ആ വിരലുകള് ഞങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ മണപ്പിച്ച് നോക്ക്, എന്നൊരു തകട്ടലുണ്ടാവും. എന്നാൽ അതൊരു സുഖാണ്. സുകുമാരൻ മാസ്റ്റർ കുട്ടികളുമായി സംവദിച്ച് പരിസ്ഥിതി ദിന സന്ദേശവും നൽകി. AKPA ജില്ലാ പ്രസിഡന്റ് TV സുഗുണൻ അധ്യക്ഷനായി. സുമംഗല ടീച്ചർ ആമുഖഭാഷണം നടത്തി. AKPA സംസ്ഥാന വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ഹരീഷ് പാലക്കുന്ന് മുഖ്യാതിഥിയായി. സ്കൂൾ PTA പ്രസിഡന്റ് മുഹമ്മദ് ഫവാസ് മുഖ്യപ്രഭാഷണം നടത്തി. E. രഞ്ജിത് കുമാർ, കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ UK, കാഞ്ഞങ്ങാട് നോർത്ത് യൂണിറ്റ് പ്രസിഡന്റ് C. കൃപേഷ്, കാഞ്ഞങ്ങാട് സൗത്ത് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അനീഷ സുരേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി MK പ്രജിത്ത് സ്വാഗതവും ജില്ലാ PRO രാജീവൻ രാജപുരം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലൈവ് കാഞ്ഞങ്ങാടിന്റെ വാർഷികാഘോഷം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ സർക്കാരിതര മേഖലകളിലെ ഉന്നത സ്ഥാനങ്ങളിലെത്തിക്കുന്നതിനും സാമൂഹിക പുരോഗതി ലക്ഷ്യമിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമായി വിവിധ പദ്ധതികൾ നടപ്പാക്കുന്ന ലൈവ് കാഞ്ഞങ്ങാടിന്റെ വാർഷികാഘോഷം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവിടെ മാർഗദർശനം എന്നത് പ്രധാനമാണ്. മാർഗദർശനം ഇല്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞാൻ SLC കഴിഞ്ഞപ്പോൾ എന്തു ചെയ്യണം എന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ നാട്ടിൽ ഒരു നല്ല രാഷ്ട്രീയ നേതാവുണ്ടായിരുന്നു, നല്ല പ്രഭാഷകരുണ്ടായിരുന്നു. ഞാൻ 3rd ഗ്രൂപ്പ് എടുക്കാനാണ് വിചാരിച്ചത്. കാരണം 3rd ഗ്രൂപ്പ് എടുക്കാം, വേണമെങ്കിൽ വക്കീലാകാം, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും വഴിക്ക് പോകാം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, 3rd ഗ്രൂപ്പ് ഭയങ്കര ടഫാണ്, അതുകൊണ്ട് 1st ഗ്രൂപ്പ് എടുക്കലാണ് നല്ലത്. ലൈവ് ഓഫീസർ ആബിദ് ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു. പ്രമുഖ സൈക്കോളജിസ്റ്റ് അലി അൻസാം മുക്താർ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മത്സര പരീക്ഷകളിലും കലാകായിക രംഗങ്ങളിലും മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് A. ഹമീദ് ഹാജി, C. മുഹമ്മദ് കുഞ്ഞി, മിഥിരാജ് കുശാൽ നഗർ, നിയാസ് കൊത്തിക്കാൽ എന്നിവർ അവാർഡുകൾ വിതരണം ചെയ്തു. ലൈവ് ഓഫീസർ KP ജാഫർ മാസ്റ്റർ സംഘടനയുടെ വിവിധ പദ്ധതികളും ഭാവി പ്രവർത്തനങ്ങളും വിശദീകരിച്ചു. ഇക്ബാൽ വെള്ളിക്കോത്ത് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സുറൂർ മൊയ്തു ഹാജി, ആയിഷ ഫർസാന, റംഷീദ് തോയമ്മൽ, അഷ്റഫ് കൂളിയങ്കാൽ, ഖദീജ ഹമീദ്, കുഞ്ഞാമിന C, CH സുബൈദ, ജംഷീദ് ചിത്താരി എന്നിവർ സംസാരിച്ചു. KE ജാഫർ മാസ്റ്റർ സ്വാഗതവും നദീർ കൊത്തിക്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മൂട്ടിൽ ഭാസ്കരൻ സ്മാരക മന്ദിരം ഉദ്ഘാടനവും പൊതുയോഗവും ജൂൺ 4 നടക്കും. രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭാരതീയ ജനതാ പാർട്ടി പുല്ലൂർ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി കേളൂത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ സ്വർഗീയ മുട്ടിൽ ഭാസ്കരൻ സ്മാരക മന്ദിരം ഉദ്ഘാടനവും പൊതുയോഗവും ജൂൺ 4 നടക്കും. രാവിലെ 5:30 ഗണപതി ഹോമം, 10 മണിക്ക് ഓഫീസ് ഉദ്ഘാടനവും പൊതുയോഗം. രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കും. BJP പുല്ലൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് A. സന്തോഷ് കുമാർ അധ്യക്ഷത വഹിക്കും. ജില്ലയിലെ മുതിർന്ന പാർട്ടി നേതാക്കളുടെ ഫോട്ടോ ചടങ്ങിൽ വെച്ച് അനാച്ഛാദനം ചെയ്യും. പൊതുപരിപാടി 2026 ജൂൺ 4 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സ്മാരക മന്ദിരം അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട രാജ്യസഭാ MP ശ്രീ സദാനന്ദൻ മാസ്റ്റർ അവர்களാണ്. രാവിലെ 5:30 ഗണപതി ഹോമം, ഫോട്ടോ അനാച്ഛാദനം നടത്തും. പിന്നീട് പൊതുയോഗവും നടത്തുന്നുണ്ട്. പൊതുയോഗത്തിന്റെ സ്വാഗതം ശ്രീ K. കുഞ്ഞിരാമൻ, അദ്ദേഹം ഓഫീസിന്റെ നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാനാണ്. അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് BJPയുടെ പുല്ലൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ A. സന്തോഷ് കുമാറാണ്. പൊതു സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട രാജ്യസഭ MP ശ്രീ സദാനന്ദൻ മാസ്റ്റർ അവர்களാണ്. ആ പൊതുസമ്മേളനത്തിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് ശ്രീ ടെലിവിഷൻ തന്ത്രി കുണ്ട, BJP സംസ്ഥാന സമിതി അംഗം, ശ്രീ വേലായുധൻ കൊടവലം, BJP സംസ്ഥാന സമിതി അംഗം.
BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്, സംസ്ഥാന അംഗങ്ങളായ രവീശ തന്ത്രി കുണ്ടാർ, A വേലായുധൻ, രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ സമ്പർക്ക് പ്രമുഖ് P ബാബു, BMS സംസ്ഥാന സമിതി അംഗം T കൃഷ്ണൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് P രമേശ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ N ബാബുരാജ്, മനുലാൽ മേലത്ത്, PR സുനിൽ, ജില്ലാ സെക്രട്ടറി KT പുരുഷോത്തമൻ, BJP ഉദുമാമണ്ഡലം പ്രസിഡന്റ് ഷൈനി മോൾ, ജനറൽ സെക്രട്ടറിമാരായ M മുരളീധരൻ, പ്രദീപ് കൂട്ടക്കനി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം P രതീഷ് പൊള്ളക്കട, K കുഞ്ഞിരാമൻ, A സന്തോഷ് കുമാർ, പ്രദീപ് പുല്ലൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 046722027070. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡിംഗ് ഫെസ്റ്റ്. വെഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പ്രവർത്തനത്തോടെ ഉത്സവാന്തരീക്ഷത്തിൽ ആഘോഷമായി മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂൾ പ്രവേശനോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു. പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെ 37 കുട്ടികളാണ് പുതിയ അധ്യയന വർഷത്തിൽ പ്രവേശനം നേടിയത്. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലകണ്ഠം പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂൾ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെ 37 കുട്ടികളാണ് പുതിയ അധ്യയന വർഷത്തിൽ പ്രവേശനം നേടിയത്. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ഠം പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. പ്രവേശനോത്സവം കൂടെ നടക്കുന്നത് പോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് എല്ലാ സ്കൂളുകളിലും ഇത്തരം പ്രവേശനോത്സവം നാട്ടുകാരുടെയും രക്ഷകർത്താക്കളുടെയും PTOയുടെയും ഒക്കെ നേതൃത്വത്തിൽ വളരെ വിപുലമായ നിലയിൽ വളരെ ആവേശത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി, വളരെ അഭിമാനത്തോടുകൂടി സംഘടിപ്പിക്കുക. നമുക്കറിയാം, ഇന്നത്തെ ഈ കുട്ടികളാണ് നാളത്തെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഈ സമൂഹത്തെ നയിക്കുന്നവരായിട്ട് മാറുന്നത്. അപ്പോൾ ഓരോ അധ്യയന വർഷവും കടന്നു വരുന്ന കുട്ടികളെ അവർക്കുള്ള ഭാവിയിലേക്കുള്ള കളരി എന്നുള്ള നിലയിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരിൽ നന്മയുടെ പാഠങ്ങൾ പഠിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. PTA പ്രസിഡന്റ് മുഹമ്മദ് പവാസ് അധ്യക്ഷത വഹിച്ചു. പ്രവാസി എഞ്ചിനീയർ K രാമചന്ദ്രൻ മാവുങ്കാൽ, SMC ചെയർമാൻ രാജീവൻ മണലിൽ, വികസന സമിതി അംഗം PV ബാലകൃഷ്ണൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ വിജയൻ ചെരിച്ചൽ, മദർ PTA പ്രസിഡന്റ് വിദ്യ രാജേഷ്, PTA വൈസ് പ്രസിഡന്റ് ബിജു മണലിൽ, ശാന്തി കലാമന്ദിരം പ്രസിഡന്റ് V നാരായണൻ, രണധാര ചെരിച്ചൽ അംഗം ഗോകുൽ ചെരിച്ചൽ,
റൈഡേഴ്സ് കിഴക്കുംകര അംഗം സി ബിനീഷ്, ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് സുഭാഷ് കിഴക്കുംകര, മുച്ചിലോട്ട് സാംസ്കാരിക വേദി അംഗം രാജേഷ് കുമാർ, BRSK പ്രതിനിധി M സുമേഷ് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ K വിശ്വനാഥൻ സ്വാഗതവും HM ഇൻചാർജ് V സുമംഗല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിക്കോത്ത് അഴീക്കോടൻ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം വായനാകളരി വായനാ വെളിച്ചം വെളിച്ചത്തിനെന്ത് വെളിച്ചം സമാപന പരിപാടി നടന്നു. പ്രമുഖ നാടക നാടൻപാട്ട് കലാകാരൻ ജയൻ കാടകം ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കോത്ത് അഴീക്കോടൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി നടത്തിവരുന്ന വായനാ വെളിച്ചം വായനാകളരി പരിപാടിയുടെ സമാപനം വെളിച്ചത്തിനെന്ത് വെളിച്ചം പരിപാടി വിവിധ പരിപാടികളോടെയാണ് നടന്നത്. വെള്ളിക്കോത്ത് ടൗണിൽ നിന്നും ഘോഷയാത്ര സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന സമാപന പരിപാടി നാടക നാടൻപാട്ട് കലാകാരൻ ജയൻ കാടകം ഉദ്ഘാടനം ചെയ്തു. പടയണി എന്നൊരു നമ്മളൊരു ജില്ല, കേരളത്തിലെ ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമായിട്ട് അറിയപ്പെടുന്നതാണ്. ആർക്കറിയോ? പത്തനംതിട്ടയാണ് കേട്ടാ. പത്തനംതിട്ടയിലെ ഒരു കലാരൂപമാണ് പടയണി. ആ പടയണിയിൽ ഇവിടെ പൂരക്കളി പോലെ തന്നെ മർത്തുകളിയുണ്ട്. മനസ്സിലായല്ലോ? മർത്തുകളിയുണ്ട്. ആ മർത്തുകളിയിൽ കുറച്ച് സ്പീഡായിട്ട് പാടുന്ന ഒരു പാട്ടാണ് ഈ പാടുന്നത്. അപ്പൊ ഇതാണ് നിങ്ങൾ പാടേണ്ട. ഇങ്ങനെ കൈയടിച്ചിട്ട് അയ്യയ്യയ്യേ അയ്യയ്യയ്യേ അയ്യയ്യയ്യേ. മനസ്സിലാ? മനസ്സിലാലോ? എല്ലാം ഒത്തിരി പാടണേ. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. അയ്യയ്യയ്യേ 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 അയ്യയ്യയ്യേ. M ദാമോദരൻ ആലിങ്കാൽ അധ്യക്ഷത വഹിച്ചു. വായനാ വെളിച്ചം കൺവീനർ പ്രവീണ ടീച്ചർ ക്രോഡീകരണം നടത്തി. പരിപാടിയിൽ വെച്ച് കൈയെഴുത്തു മാസികയുടെ പ്രകാശനവും അനുമോദനവും നടന്നു. K രാധാകൃഷ്ണൻ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഗ്രന്ഥാലയം സെക്രട്ടറി K കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും അഴീക്കോടൻ ക്ലബ് സെക്രട്ടറി K സുജിത് നന്ദിയും പറഞ്ഞു. തുടർന്ന് വായനാ വെളിച്ചം പരിപാടിയുടെ ഭാഗമായി ക്യാമ്പ് അംഗങ്ങൾ ഒരുക്കിയ നാടകത്തിന്റെ അവതരണവും വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 2026-27 അധ്യയന വർഷത്തെ സരസ്വതി ALPS പനങ്ങാടിന്റെ പ്രവേശനോത്സവം സമുചിതമായി ആഘോഷിച്ചു. സ്കൂൾ അങ്കണത്തിലേക്ക് ആദ്യമായി കടന്നുവന്ന നവാഗതരെ തികച്ചും ഹൃദ്യമായ രീതിയിൽ ഘോഷയാത്രയായി ക്ലാസുകളിലേക്ക് ആനയിച്ചു. 2026-27 അധ്യയന വർഷത്തെ സരസ്വതി ALPS പനങ്ങാടിന്റെ പ്രവേശനോത്സവം നടന്നു. സ്കൂൾ അങ്കണത്തിലേക്ക് ആദ്യമായി കടന്നുവന്ന നവാഗതരെ തികച്ചും ഹൃദ്യമായ രീതിയിൽ ഘോഷയാത്രയായി ക്ലാസുകളിലേക്ക് ആനയിച്ചു. മുതിർന്ന കുട്ടികൾ പുതിയ കൂട്ടുകാർക്ക് പൂച്ചെണ്ടുകൾ നൽകി. പ്രവേശനോത്സവ പൊതുയോഗത്തിൽ സ്കൂൾ പ്രധാനാധ്യാപിക P പ്രീത ടീച്ചർ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് അശോകൻ പേരിയ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സജിത ശ്രീകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമുക്ക് സാധാരണ നിലയിൽ നമ്മുടെ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ പല പരിപാടികളും, അതായത് ഒരു PTA യോഗം വിളിക്കുമ്പോൾ മറ്റ് യോഗങ്ങളിലും രക്ഷിതാക്കൾക്ക് എത്താതൊരു ബുദ്ധിമുട്ടാണ് കാണുന്നത്. എന്തൊക്കെ ആയാലും അതൊരു കാര്യ അവസരത്തോട് പറയുകയാണ്, പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയുകയാണ്, നമ്മുടെ വിദ്യാലയത്തിന്റെ സ്കൂൾ മാനേജർ മുരളി പനങ്ങാട്, മദർ PTA പ്രസിഡന്റ് നീതു വേങ്ങച്ചേരി എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം മുതൽ 4ാം തരം വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും പുതിയ ബാഗുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ഒരുമ സർവീസ് സൊസൈറ്റി പള്ളത്തുങ്കാൽ, രക്ഷണം ചാരിറ്റബിൾ ട്രസ്റ്റ്, JCI കാഞ്ഞങ്ങാട്, പ്രീ പ്രൈമറി അധ്യാപിക വിദ്യ ടീച്ചർ എന്നിവരുടെ സ്തുത്യർഹമായ സഹകരണത്തോടെയാണ് ബാഗുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തത്. ചടങ്ങുകൾക്ക് ശേഷം JCI കാഞ്ഞങ്ങാടിലെ സുരേഷ് മൈക്കോ അവതരിപ്പിച്ച ആകർഷകമായ മാജിക് ഷോ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗ്രന്ഥകാരന്റെ സാന്നിധ്യമില്ലാത്ത ഒരു പുസ്തക പ്രകാശനത്തിന് സാക്ഷിയായി കാസർഗോഡ് ഡയലോഗ് സെന്റർ ഹാൾ. പരേതനായ പ്രമുഖ എഴുത്തുകാരനും ഇസ്ലാമിക പണ്ഡിതനുമായിരുന്ന മുഹമ്മദ് ഷമീം ഉമേരി വിവർത്തനം ചെയ്ത മിഷാഖ്തുൽ മസ്വാബി എന്ന പുസ്തകം കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ പ്രകാശനം ചെയ്തു. ഗ്രന്ഥകാരന്റെ സാന്നിധ്യമില്ലാത്ത ഒരു പുസ്തക പ്രകാശനത്തിന് സാക്ഷിയായി കാസർഗോഡ് ഡയലോഗ് സെന്റർ ഹാൾ. പരേതനായ പ്രമുഖ എഴുത്തുകാരനും ഇസ്ലാമിക പണ്ഡിതനുമായിരുന്ന മുഹമ്മദ് ഷമീം ഉമേരി വിവർത്തനം ചെയ്ത മിഷാഖ്തുൽ മസ്വാബി എന്ന പുസ്തകം കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ പ്രകാശനം ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് പരേതനായ പ്രമുഖ എഴുത്തുകാരനും ഇസ്ലാമിക പണ്ഡിതനുമായിരുന്ന മുഹമ്മദ് ഷമീം ഉമരി വിവർത്തനം ചെയ്ത
മിഷ്കാതുൽ മസ്വാബിഖ് എന്ന പുസ്തകം കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ പ്രകാശനം ചെയ്തത്. പ്രമുഖ എഴുത്തുകാരൻ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് പുസ്തകം ഏറ്റുവാങ്ങി. 5 വർഷത്തോളം പുസ്തകത്തിന്റെ പണിപ്പുരയിലായിരുന്ന ഷമീം ഉമരി മരിക്കുന്നതിന് തലേദിവസമാണ് പുസ്തകം എഴുതി തീർത്തത്. ക്യാപിറ്റൽ ഇന്റർനാഷണൽ ബുക്സ് ആണ് പ്രസാധകർ. ഡയലോഗ് സെന്റർ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് MLA കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ കഴിവ് സമൂഹത്തിന് നൽകുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു വിജ്ഞാനിയെ ഇന്ന് ഈ പുസ്തക പ്രകാശനത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തെ സ്മരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെയും കുറിച്ച് ഇവിടെ വളരെ വിശദമായി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബ് വിശദീകരിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് ഈ പ്രകാശന ചടങ്ങ് എന്ന നിലയിൽ ഈ ചടങ്ങ് നിർവഹിക്കാനാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിനുള്ള സമ്മതത്തോടു നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടുകൂടി അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എഴുത്തുകാരനും ഇസ്ലാമിക പണ്ഡിതനുമായ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ പുസ്തകം പരിചയപ്പെടുത്തി. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് PS അബ്ദുള്ള കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് ഹാജി കോളിയെടുക്കം, ഹബീബ് റഹ്മാൻ മൂടമ്പയൽ, കുഞ്ഞാലൻകുട്ടി ഹാജി, അബ്ദുൾ ജബ്ബാർ ഇരിക്കൂർ, അൻവർ കോളിയെടുക്കം, മുജീബുല്ലാഹ്, ഇബ്രാഹിം ഖലീൽ, ജുബൈർ എന്നിവർ സംസാരിച്ചു. ഷൈഖ് മുഹമ്മദ് കാരക്കുന്നിനെ മുഹമ്മദ് ഷമീം ഉമരിയുടെ സഹോദരൻ ഹബീബ് റഹ്മാൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പുസ്തകം പ്രകാശനം ചെയ്ത ക്യാപിറ്റൽ ഇന്റർനാഷണൽ ബുക്സ് പ്രോപ്പറേറ്റർ കുഞ്ഞാലൻകുട്ടി ഹാജിയെ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന്, ഷമീം ഉമരി ഫൗണ്ടേഷൻ ചെയർമാൻ അഹമ്മദ് ഹാജി കോളിയടുക്കം എന്നിവർ ചേർന്ന് ആദരിച്ചു. മദ്രസ പൊതുപരീക്ഷയിൽ വൻ വിജയം നേടിയ മൂടമ്പയിൽ ഹയാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥിനി ഫാത്തിമ സാജിദിനെ കുഞ്ഞാലൻകുട്ടി ഹാജി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലത്തറ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും നടന്നു. റാണിപുരം വാല്യൂ റിസോർട്ടിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അമ്പലത്തറ യൂണിറ്റ് ദ്വിവാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. റാണിപുരം വാല്യൂ റിസോർട്ടിൽ വെച്ചാണ് പരിപാടി നടന്നത്. യൂണിറ്റ് പ്രസിഡന്റ് V. ഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KVVS കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് ഷെരീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആഘോഷവേളയിൽ ഓണം, വിഷു, പെരുന്നാൾ, ക്രിസ്മസ് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ വണ്ടിയിൽ തുണിയായെങ്കിലും ഡ്രസ്സായാലും ഏത് സാധനം ഉണ്ടാക്കുന്ന ടൗണിലേക്ക് വന്നിട്ട് അവർ വിൽക്കും. ഒരു ലൈസൻസും വേണ്ട. ഇതിനെതിരെയാണ് നമ്മൾ ഇത് ശക്തമായി പ്രക്ഷോഭം നടത്താൻ പോകുന്നത്. അതുപോലെ നേരത്തെ ഇവിടെ ജനറൽ പറഞ്ഞ സ്കൂളുകളിൽ പറഞ്ഞത് യൂണിറ്റ് ജനറൽ സെക്രട്ടറി B. ജയരാജൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി KJ സജി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. SLC ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. 2024-26 വർഷത്തെ വരവ് ചെലവ് കണക്ക് PV കുഞ്ഞിക്കണ്ണൻ അവതരിപ്പിച്ചു. ആസിഫ് മെട്രോ, സരിജ ബാബു എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ചിരിയും ചിന്തയും നിറഞ്ഞ മോട്ടിവേഷൻ പരിപാടി നടന്നു. 2026-28 വർഷത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ ഷെയ്ൻ ഡാനിയൽ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ അവതരിപ്പിച്ച നാടൻപാട്ടുകൾ കുട്ടികൾ ഏറ്റുപാടി. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ ഷൈൻ ഡാനിയൽ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ അവതരിപ്പിച്ച നാടൻപാട്ടുകൾ കുട്ടികൾ ഏറ്റുപാടി. അജാനൂർ പഞ്ചായത്ത് അംഗം C. കുഞ്ഞാമിന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രവേശനോത്സവം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് തല പ്രവേശനോത്സവം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മേലാശ്വരം സ്കൂളിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, സ്വാഗത പ്രസംഗത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രിൻസിപ്പൽ ഇവിടെ പറഞ്ഞു തന്നു. എന്നാലും 2 മാസത്തെ വേനൽ അവധി കഴിഞ്ഞ് അതുപോലെ കളിച്ചും ചിരിച്ചും പുതിയ പുത്തനെടുപ്പും പുതിയ ബാഗും പുതിയ പുസ്തകങ്ങളും എടുത്ത് നമ്മുടെ ഇക്ബാൽ സ്കൂളിലേക്ക് കയറി വന്ന കുട്ടികളെ
അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. PTA പ്രസിഡന്റ് MK മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് സ്കൂൾ മാനേജർ MBM അഷ്റഫ് ഉപഹാരം വിതരണം ചെയ്തു. M ഹമീദ് ഹാജി, UV ബഷീർ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ TK അബ്ദുൾ റഹ്മാൻ സ്വാഗതവും ഹെഡ് മിസ്ട്രസ് ലൂസി മാത്യു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചു. ഹോസ്റ്റൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. 2026-28 വർഷത്തേക്കുള്ള കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ KMA ഭാരവാഹികൾ ചുമതലയേറ്റു. കേരള ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിൽ വെച്ച് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സേറ ജോണിന് യാത്രയയപ്പ് നൽകി. 36 വർഷം മുൻപ് പൂരക്കളിയിൽ ചുവടുവെച്ച മഞ്ഞോട്ട് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ കേരളത്തിലെ തന്നെ ആദ്യ വനിതാ പൂരക്കളി സംഘമായ നവോദിത വനിതാ പൂരക്കളി സംഘാംഗങ്ങൾ ഒത്തുകൂടി. ചെഗുവര സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മടിക്കൈ തൊട്ടിനാടിന്റെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വേൾഡ് കപ്പിനെ സ്വാഗതം ചെയ്ത് നടത്തിയ ഫുട്ബോൾ സൗഹൃദ മത്സരം ശ്രദ്ധേയമായി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.